അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിലാഷ് സൈറ്റിൽ വേടൻ്റെ ഒരു പാട്ട് വെച്ചേക്കുക. വേടൻ്റെ കാമുകിക്ക് എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞൊരു പാട്ട്, മോണലോവയെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു പാട്ട് വെച്ചേക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, നീ നിൻ്റെ കാമുകിക്ക് വേണ്ടി എഴുതിയേക്കണ പാട്ടേതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. എനിക്കൊരു കാമുകി ഇല്ലല്ലോ എന്ന്. പണ്ടൊരു കമുകുണ്ടായിരുന്നു, അത് കാർന്നൊരു വെട്ടിക്കളഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഞാൻ മുറുക്കുവാന്നും പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊരു നമുക്ക് ഈ രാഷ്ട്രീയവും ഇല്ല മദ്യവും ഇല്ല, അതുകൊണ്ട് പെണ്ണും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാനൊരു പെണ്ണെ അങ്ങ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പാട്ടും എഴുതി, എൻ്റെ കാമുകിയാണെന്നും പറഞ്ഞു. പെണ്ണിനറിയില്ല, പക്ഷെ ഞാൻ സ്വയം അങ്ങ് കാമുകനാന്നുള്ള രീതിയിലേ എൻ്റെ കാമുകിയെക്കുറിച്ച് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 2 വരി ഞാനങ്ങ് പാടാം. നിന്നെ കാണാനായി ഞാൻ ഏറ്റുമാനൂര് വന്നപ്പോൾ, നിന്നോടൊന്നു മിണ്ടുവാനായി ഇടവഴി തോറും നടന്നു ഞാൻ. പണ്ടു നമ്മുടെ കുട്ടിക്കാലം മനസ്സിനുള്ളിൽ ഓർത്തു ഞാൻ, അന്ന് കണ്ണാരം പൊത്തി കളിച്ചതും മണ്ണപ്പം ചുട്ടു കളിച്ചതും. കാത്തിരുന്നു പെണ്ണെ ഞാൻ നിന്നെ ഓർത്തിരുന്നു പെണ്ണെ ഞാൻ, കാത്തിരുന്നു പെണ്ണെ ഞാൻ നിന്നെ ഓർത്തിരുന്നു പെണ്ണെ ഞാൻ. അങ്ങനെ ഒരു പാട്ട് അല്ലേ, അത് ഞാൻ എൻ്റെ കാമുകിയാണെന്ന് സ്വയം അങ്ങോട്ട് വിശേഷിപ്പിക്കുകയാണ്. ഇപ്പം എന്തായാലും കുറേ പാട്ടൊക്കെ ഇറങ്ങാനുണ്ട്, കുറേ പാട്ട് അണിയറയിൽ ഉണ്ട്. ഓണാകുമ്പോഴത്തേനും ഒരു പാട്ട് ഇറക്കണം, അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ കാമുകന്മാർക്കും ഈ പാട്ട് ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓക്കെ.